പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ, ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ നഷ്ടം. കാരണം ഇത് ആദ്യമായിട്ടാണ് ഭാരതത്തിൻ്റെ നാവികസേനയുടെ കരുത്ത് നേരിട്ട് കാണാൻ. വൻ പടക്കപ്പലുകൾ, ചോപ്പറുകൾ, അന്തർവാഹിനികൾ എല്ലാം ഇപ്പോൾ നമുക്ക് അടുത്തെത്തിയിരിക്കുന്നു. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ നാവികസേനാ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നത്. 2025 ഡിസംബർ 3-നാണ് ശംഖുമുഖത്ത് നമ്മുടെ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇന്ന് നവംബർ 29-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പുകളും നാവികസേനയുടെ ട്രയലും കാണാൻ വന്നതാണ്. ട്രയൽ ഇമ്മാതിരി അടിപൊളിയാണെങ്കിൽ പിന്നെ ആഘോഷം എന്തായിരിക്കുമല്ലേ? മെയിൻ പവലിയൻ, VIP പവലിയൻ, രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറാവുന്ന സദസ്സൊക്കെ ശംഖുമുഖത്താണ്. അവിടെ ചെന്നപ്പോൾ സന്ദർശകരോട് പാസ് ആവശ്യപ്പെടുന്നു. പാസ് ഇല്ലാതെ, ടിക്കറ്റ് ഇല്ലാതെ കാണാൻ അവസരം ശംഖുമുഖത്തു നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഒന്ന് നടന്നു വന്നാൽ കണ്ണാന്തുറ എന്നൊരു തീരമുണ്ട്. ആ തീരത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും അത് മനോഹരമായി തിരക്കില്ലാതെ കാണാനും ആസ്വദിക്കാനും കഴിയും. നമുക്കത് കണ്ടാലോ? അങ്ങകലെ നിന്ന് ധാരാളം കപ്പലുകൾ തീരത്തേക്ക് വരുന്നത് കാണാം. അന്തരീക്ഷം വല്ലാതെ ഇരുണ്ടുമൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ എങ്ങനെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും എന്നറിയില്ല. കണ്ടു തന്നെ അറിയാം. ചിത്രം വരയ്ക്കാൻ അറിയുന്നവർക്കറിയാം. മാറ്റ് പെയിൻറ്റിങ് ചില ഇംഗ്ലീഷ് മൂവികളിലൊക്കെ നമ്മൾ കാണാറില്ലേ? അതുപോലെ അത്രയ്ക്ക് വശ്യമായ കാഴ്ചാവിരുന്നൊരുക്കുകയാണ് നാവികസേന. നമ്മളോടൊപ്പം വിഷ്വൽസിൽ അതിഥികളായിട്ടുള്ളത് ബിനുരാജ് ബ്രോയും കുടുംബവുമാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ മകളാണ് വാവച്ചി. അവൾക്ക് നാളെ ബർത്ത്ഡേ ആണ്. ആഘോഷം എനിക്ക് ആദ്യം കാണണം എന്ന മട്ടിൽ അവൾ തീരത്ത് നിന്ന് കടലിലോട്ട് അല്പം ഇറങ്ങി നിന്നു. അങ്ങ് ദൂരെ മേഘങ്ങളെ വകന്നു മാറ്റി സൂര്യനും എത്തിയിട്ടുണ്ട്. അത് പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി സൂര്യനെ കാണാനേ ഇല്ലായിരുന്നു. അത്രയ്ക്ക് മഴക്കാർ നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു ഇവിടം. നമ്മുടെ ദേശീയ പതാകയുമായി ആകാശത്തുകൂടി പറന്നു പോകുന്ന ഹെലികോപ്റ്ററുകളെ കണ്ടോ? അസ്ത്രവേഗത്തിൽ മിന്നിമറയുന്ന പോർവിമാനങ്ങൾ. ഇതൊക്കെ ഇനി വരാനിരിക്കുന്നേയുള്ളൂ. ഷോ തുടങ്ങാറായി. ഇവിടെ വരാൻ പാസൊന്നും വേണ്ട കേട്ടോ. നോക്കൂ, ധാരാളം ആൾക്കാരാണ് ഇപ്പോൾ തീരത്ത് നിറഞ്ഞിരിക്കുന്നത്. ഇനി ഉടൻ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു പോർമുഖം തെളിയും. അതിനായുള്ള കാത്തിരിപ്പാണ് എല്ലാവരും.
എൻ്റെ ക്യാമറ കണ്ണിലേക്ക് നോക്കി ഒന്ന് ചിരിച്ച വാവച്ചിയാണ് കേട്ടോ ഇന്നത്തെ താരം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുടിക്കാനുള്ള വെള്ളമോ ലഘുഭക്ഷണമോ എന്തെങ്കിലും കരുതുന്നത് നന്നായിരിക്കും. കാരണം ഇവിടെയെങ്ങും അത്രയധികം കടകളൊന്നും ഉള്ളൊരു സ്ഥലമല്ല. അതുകൊണ്ടാണ്. നമ്മുടെ ബിനുരാജ് ബ്രോ ആൾക്കൂട്ടത്തിൽ എവിടെയോ ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി ഒരു പാഷനാണ്. അദ്ദേഹം ടെക്നോ പാർക്കിലെ എംപ്ലോയിയാണ്. ഞാനും 10-17 വർഷം ടെക്നോ പാർക്കിലായിരുന്നല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പരിചയക്കാരായി മാറിയത്. അദ്ദേഹത്തിന് 2 മക്കളാണ്. അവരുടെ യഥാർത്ഥ പേരെനിക്കറിയില്ല കേട്ടോ. എന്തായാലും അടുത്ത കാഴ്ചകളെ വളരെ ആകാംക്ഷയോടെ കാണാൻ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചിത്രങ്ങൾ, അവിസ്മരണീയമായ ഈ മുഹൂർത്തങ്ങൾ എല്ലാവരും അവരവരുടെ ക്യാമറയിലേക്ക് പകർത്തുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ വ്യൂഹം ഹെലികോപ്റ്ററുകളുടെ ആകാശത്ത് നിറയുന്നത് കണ്ടു. കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന പഴയൊരു പത്തേമാരി. എന്ത് രസമല്ലേ!
ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ എങ്ങനെയാണ് പോർമുഖത്ത് ബോംബുകൾ വർഷിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ കണ്ടത്. എനിക്കിതിൻ്റെയൊക്കെ ടെക്നിക്കൽ ടൈം പറഞ്ഞു തരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് തോന്നുന്നു. ഏതാണ് ആ യുദ്ധവിമാനം? അതിൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ ഈ മുമ്പ് കണ്ട ആ സബ്മറൈൻ ഏതാണ്? അതിൻ്റെ പേരെന്താണ്? ഇതൊക്കെ പറഞ്ഞു തരാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ? ഇത് മാത്രം അറിയാം എനിക്ക്. പത്തേമാരി അങ്ങ് ദൂരെ, വളരെ ദൂരെയാണ് കേട്ടോ. സൂം ചെയ്താൽ കാണാം. അതിൻ്റെ മുകളിലൊക്കെ ധാരാളം സൈനികർ നിൽക്കുന്നുണ്ട്. എന്താ കാഴ്ച! അത്ഭുതം. നമ്മുടെ വാവച്ചിക്കും കുടുംബത്തിനും ഒത്തിരി നന്ദി. അതുപോലെ ഈ വീഡിയോയിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പ്രത്യക്ഷപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും സ്നേഹം. എന്തായാലും നമ്മളിവിടെ നിന്ന് പോവുകയാണ്. ഇനി നമ്മൾ തിരിച്ചു വരും ഡിസംബർ 3 ഇതിൻ്റെ യഥാർത്ഥ രൂപം കാണാൻ. ആഘോഷങ്ങളുടെ തിരതള്ളലായിരിക്കുമെന്ന്. കൂടെ നിൽക്കണേ.